നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പായസമാണ്, ഇളനീർ പായസം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി തിളപ്പിക്കാം. തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ചേർത്തിട്ടാണ് 2 കപ്പ് പാലെടുത്തിട്ടുള്ളത്. ഇപ്പോ തേങ്ങാപ്പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് ഇപ്പം വീണ്ടും തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് ചൂടാറാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം. തേങ്ങാപ്പാല് ചൂടാറുന്ന സമയം പായസത്തിലേക്ക് ചേർക്കേണ്ട ഇളനീര് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഇളനീരിന്റെ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ ഉള്ളിലത്തെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിലെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് ഇളനീരിന്റെ വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല, ഒരു 1/2 കപ്പ് ഒഴിക്കുന്നില്ലോ. ഇതിന് അരച്ചെടുക്കാം. ഇളനീര് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാല് തിളപ്പിച്ച് വെച്ചത് ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളനീര് മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. ഇതിന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ഇളനീര് വളരെ ചെറുതായി മുറിച്ചെടുത്താണ് ഇതിലേക്ക് ചേർക്കാം. ഏകദേശം 1/2 കപ്പിനേക്കാളും കുറച്ച് അധികം ഉണ്ട്. ഇതിലൊന്നും കണക്കില്ല, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ഇളനീർ പായസം റെഡിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർക്കാം. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരിയിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പായസത്തിലേക്ക് ചേർക്കാം. ഇതിന് ഒരു ബൗളിൽ സെർവ് ചെയ്യാം. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.